എറണാകുളം മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് ഇന്നും തെളിവെടുപ്പ് നടത്തും. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ അംഗൻവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിൽ എത്തിച്ചാകും തെളിവെടുപ്പ്. കുട്ടിയെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. കുട്ടി പീഡനത്തിനിരയായ കാര്യം അറിയില്ലെന്നാണ് അമ്മ നൽകിയ മൊഴി. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായക ഘട്ടമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ പീഡിപ്പിച്ച പ്രതിയെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ആയിരുന്നു ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് നൽകിയത്. ഇന്ന് ഉച്ചയോടുകൂടി എന്തായാലും കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പ്, കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം ഇതെല്ലാം ആവശ്യമുണ്ട്. അതിനൊക്കെ ഉപരി ആദ്യം ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നു എന്നതാണ് പ്രതിയിൽ നിന്നും പോലീസിന് അറിയേണ്ടത്. ഇന്നലെയുള്ള ചോദ്യം ചെയ്യലിൽ, ഇന്നലെ മെനിഞ്ഞാന്ന് വൈകുന്നേരവുമുള്ള ചോദ്യം ചെയ്യലിലൊക്കെ അമ്മ ആവർത്തിച്ചു പറഞ്ഞത് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. പക്ഷെ അതിലിപ്പോഴും സംശയമുണ്ട്. 3.5 വയസ്സുള്ള കുഞ്ഞാണ്, അവളെ അമ്മയാണ് ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മ എന്തുകൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ളൊരു മാനസിക വിഷമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോഴും പോലീസിന് സംശയമുള്ളത്. അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യവുമുണ്ട്. പക്ഷെ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മറുപടി അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് പോലീസിന്റെ സംശയം. എന്നാലും അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ പോക്സോ കേസ് പ്രതിയെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഈ പ്രതിയും പറയുന്നത് അമ്മയ്ക്ക് ഈ വിവരം അറിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം നടക്കുക. മറ്റൊന്ന്, ഈ പോക്സോ കേസ് പ്രതിയുമായി തെളിവെടുക്കേണ്ടി വരും. അത് നാളെ ആയിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ഈ അമ്മയുമായി കുറച്ച് തെളിവെടുപ്പ് കൂടി ബാക്കിയുണ്ട്. ഈ ആലുവ, മണപ്പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു കുട്ടിയുമായി. ആ ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കണം. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വലിയ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം ഈ അമ്മയ്ക്ക് നേരെ ഉണ്ടായി. കാരണം അത്ര വലിയൊരു ക്രൂരതയാണ് ആ അമ്മ ചെയ്തത്. ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നത്, അതും പറയുന്ന കാരണങ്ങളൊക്കെ പോലീസിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം രണ്ടാൻ അമ്മയുടെ കീഴിൽ കുഞ്ഞ് വളരുമെന്ന് പേടിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊല്ലുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ അമിത സ്നേഹം കുട്ടിയോട് കാണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഉള്ള മറുപടി നൽകുന്നതെന്ന് പോലീസിനും വ്യക്തത വരുന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ചോദ്യം ചെയ്യൽ, അത് കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലുമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അമ്മയ്ക്ക് നേരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി.